തിന്നാൻ സമ്മതിക്കൂല. ആ മേരിച്ചേച്ചി ദേവേച്ചി ഉണ്ടോ? എല്ലാവരും അമ്പലത്തിൽ പോയി. എപ്പോ വരും? ഇപ്പൊ വരുമോ? വരാറായിട്ടുണ്ട്. എന്തൊരു പൂജയുണ്ട്. എനിക്കൊരു അത്യാവശ്യം പറയാനുണ്ടായിരുന്നു. നിന്നോടല്ല, ദേവേച്ചിയോട്. എന്നാ പിന്നെ കയറി ഇരിക്കി. എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇരിക്കി. ആ ബിജു പോലീസേ, എന്താ മേരി ചേച്ചി ഇവിടെ ഉണ്ട്. ആ അറിയാം. ദേവ് സാറല്ലേ? ആ അവരെ അമ്പലത്തിൽ പോയി. ഇന്നെന്തോ കുടുംബ സമാധാനത്തിലുള്ള പൂജയുണ്ട്. ഇപ്പൊ കയറി ഇരിക്കും. അത് ശരി. ആഹാ, നിങ്ങളെ രണ്ടാളും വീണ്ടും ഉടക്കിയല്ലേ? നിങ്ങളെ കൊണ്ട് തോറ്റ്. ഇങ്ങർക്കേ ദിവസം വഴക്കിട്ടില്ലെങ്കിലേ ചോറ് വായി നിറങ്ങില്ല. എന്റെ ഒരു വിധി. നിർത്തടി, ഇത് നിന്റെ വീടൊന്നല്ല കിടന്ന് ചിലക്കാനായിട്ട്. ആ ഇനി എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞോ. നിർത്തടി റാസ്കൽ. നീ എന്താ വിചാരിച്ചേ? നീ കിടന്ന് ചാടുമ്പോ ഞാനൊക്കെ പേടിക്കുന്നോ? ഞാനേ പോലീസാ, പോലീസ്. വീട് ഏതാ, പോലീസ് സ്റ്റേഷൻ ഏതാ നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലല്ലോ. അയ്യോ നിർത്ത്. നിങ്ങളെന്താ കൊച്ചുകുട്ടികളെ പോലെ? നാണക്കേട്. അയ്യേ, നിങ്ങളെ തെറ്റെന്താണെന്നറിയോ? അറിയോ? കല്യാണം കഴിച്ചത് ഞാനതാണ്. കല്യാണം കഴിക്കാത്തത്. ആ കുഞ്ഞു, നീ വേഗം റെഡി ആയിക്കോ. ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്നാ ദേവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ ഇതാരത്? മേരി. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. ആ രണ്ടും കൂടെ ഒടുക്കത്തെ വഴക്കില്ല. കോംപ്രമൈസ് ചെയ്യാൻ വന്നാണ്. കോംപ്രമൈസോ? ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെയും വഴക്കിട്ട രണ്ടാളും കൂടി. എന്താ ബിജു പ്രശ്നം? എന്റെ ദേവേച്ചി കഷ്ടകാലം അല്ലാണ്ടെന്ന് പറയാനാ ദേ ഇരിക്കുന്നു. എന്ത് കഷ്ടകാലം? താന്ന് തെളിച്ചു പറയടോ. ദേ ഇരിക്കുന്നു കഷ്ടകാലം മോങ്ങിക്കൊണ്ട്. ചേച്ചി കണ്ടോ, കഷ്ടകാലം വിളിച്ചു കേട്ടോ. നിർത്തടി, നീ കുറെ നേരം കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. ദേ മനുഷ്യ, അന്നയുടെ വീടാണിത്. ഇവിടെ കിടന്ന് ഒച്ചണ്ടാക്കരുത്. കണ്ട അവളെ നാക്ക് കണ്ട. ഈ പെണ്ണുങ്ങളെ നാക്ക സകല പ്രശ്നത്തിനും കാരണം. അല്ല, അത് താൻ പറഞ്ഞത് ശരിയാ. എന്ത് ശരിയാന്ന്? എന്നോട് എല്ലാരും പറഞ്ഞു ചേച്ചി, പോലീസുകാരനെ നോക്കിയിട്ട് മതിയെന്നൊക്കെ. എന്റെ ഒരു വ്യക്തി. സാറൊരു പോലീസുകാരനല്ലേ? ദേവേച്ചാണ് ഇങ്ങനെയൊക്കെ പറയോ സാറിന്റെ അടുത്ത്? പറയുവോന്നോ? ആഴേക്ക് 40 വട്ടം ഞാനും ഇത് തന്നെയാ കേൾക്കുന്നു. ഓ അല്ലാതെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചിട്ടില്ല അല്ലേ? എന്ത് പറയിച്ചിട്ടെന്ന്? എടോ താൻ പറഞ്ഞ ശരിയാ. ഇവറ്റകളെ നാക്ക എല്ലാത്തിനും കാരണം. അളിയ, നമ്മളിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടോ? പോവാം, നീ പോയി ഒരുങ്ങ. നമ്മൾ എവിടെയാ പോണ അളിയ? നിന്റെ ചേച്ചിയോട് ചോദിക്ക. ചേച്ചി നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. കണ്ടുപഠിക്ക്. വല്ലപ്പോഴും ഭാര്യയുടെ ഇഷ്ടം നോക്കിയാലേ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. അല്ല നിർത്ത്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്റെ ദേവൻ സാറേ, ഒരു ചായ ചോദിച്ചു. ഒരു ചായ ചോദിച്ചേനോ? എന്റെ ചേച്ചി എന്ന് ഞാനല്ലേ ചായ ഉണ്ടാക്കണേ. ശരിക്കും ഉറക്കം വന്നിട്ടാ. അതിനാണ് ഇങ്ങനെ ചാടി കടിക്കണേ. കണ്ട അവളെ അഹങ്കാരം കണ്ട. അല്ല എന്നും അവളല്ലേ ഉണ്ടാക്കണത്. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അങ്ങനെ പറഞ്ഞു ഓടി ചേച്ചി. ദേവി, നീ വെറുതെ മണ്ടത്തരം പറയാതെ. ഇതൊക്കെ ഓരോരുത്തർ ശീലങ്ങളല്ലേ, അത് മാറ്റാൻ വലിയ പാടാ. എന്ത് ശീലമൊന്ന്? ദേവി മതി, നിന്നോട് വഴക്കിടാൻ ഞാനില്ല. അല്ല നിങ്ങൾ എന്തീ പറഞ്ഞതിപ്പോ? നീ വെറുതെ ചൂടാവുന്ന നിർത്ത്. ബിജു, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞിട്ട് മതി. ഞാൻ എന്തിനാ നിർത്തുന്നത്? നിങ്ങളല്ലേ ആദ്യം തുടങ്ങിയത്. ദേവി, അല്ല നിങ്ങൾ ആരെയും ഒച്ചിട്ട് പേടിപ്പിക്കുന്നേ? ആളുകളുടെ മുമ്പിൽ വെച്ചുള്ള നിന്റെ ഈ കോപ്രായം ഉണ്ടല്ലോ, പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ള ആണേ. ഞാനിന്ന് പൊളിക്കും. കുറച്ച് നാളായി മനസ്സറിഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട്. ചേച്ചി ഞാൻ റെഡി, പോവാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. രണ്ടും കൂടി പോയാ മതി. വരുന്നില്ലേ? അതെന്താ ചേച്ചി എന്താ വരാത്തെ? വരണില്ല, അത്ര തന്നെ. അളിയ, ചേച്ചിക്ക് എന്ത് പറ്റിയ? നിന്റെ പെങ്ങളോട് അവനവന്റെ ഒരു പെങ്ങളും. ഞാൻ എന്ത് ചെയ്തു? വിശക്കും. ഞാൻ വിചാരിച്ച നമ്മളാണ് ഭയങ്കര കച്ചറകളതാ. എവരെ മുന്നിൽ നമ്മളൊന്നും അല്ല. ഞാനിന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കൂല കേട്ടോ. അതിനെന്ത്, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാന്നേ. ശരിക്കും? പിന്നെ നീ പാടി.
അളിയാ വിശക്കണ്ട. അയ്യോ. നീ ഇന്ന് ഇവിടെ കിടന്നാ മതി കേട്ടാ. ചേച്ചി അതെന്താ അത്? ചേച്ചി പോരണാണ്ട് കേട്ടാ മതി. അളിയ ഞാനും അളിയൻ്റെ ഒപ്പം കിടന്നോട്ടെ. ഇവിടെ നല്ല കൊതുകളിയാ. അതുപോലെ നമ്മളൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. പ്ലീസ് അല്ലേ, ഞാനും കൂടെ. ഇതെന്താ ഇത്? ഇവര് വഴക്കിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കിടപ്പാടാണോ പോയത്? അളിയ ചേച്ചി നോക്കിയോ, ഞാൻ അച്ഛനോട് ചെല്ലാൻ പറഞ്ഞു കൊടുക്കും. ആ അച്ഛാ, കുഞ്ഞുവാ. അതെ, ഇവിടെ ചേച്ചി അളിയനും കൂടി പൊരിഞ്ഞടിയാ. ആ അവർ രണ്ടാളും 2 മുറിയിലാണ് കിടക്കണേ. ഞാനോ? ഞാൻ പുറത്തു. ഉച്ചക്കൊന്നും കഴിച്ചില്ല അച്ഛാ. ആ അച്ഛാ, അച്ഛൻ എന്നാണ് വരണം നാളെ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിന്നെ ഇവർ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അച്ഛൻ വരുമോ? ആ അച്ഛൻ വരുമ്പോഴേ അച്ഛപ്പം കൂടി വാങ്ങിയിട്ട് വരണേ. ആ അച്ഛൻ ഉറപ്പായിട്ടും വരണം. ഭയങ്കര പ്രശ്നം അച്ഛാ. ആ ശരി ശരി ഓക്കെ. കുഞ്ഞു അല്ലെങ്കിൽ നീ അവിടെ തന്നെ പോയി കിടന്നോ. ബൈ നീക്ക്, ഞാൻ കിടന്നോളാം അവിടെ. പോകുമ്പോ ലൈറ്റ് ഓഫ് ആയിക്കോ. നീ ഭാഗ്യവാനാടാ കുഞ്ഞു. അതാ കല്യാണം കഴിക്കാഞ്ഞത്. നിന്റെ ചേച്ചി അവൾ എന്തൊരു സാധനമാ. കുഞ്ഞു, നിന്റെ ചേച്ചിയെ ഞാൻ ഡിവോഴ്സ് ചെയ്താലോ? അത് ശരി, അതപ്പോ നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ മനുഷ്യ. നിങ്ങൾക്ക് എന്നെ ഡൈവോഴ്സ് ചെയ്യണല്ലേ? എനിക്ക് എന്റെ ജീവിതം മടുത്തു. എന്റെ പൊന്നു ദേവി, നമ്മള് രണ്ടുപേരും അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ ഒക്കെ പറഞ്ഞു. സോറി, അത് വിട്ടേക്കെ. ഡിവോഴ്സ് ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞതാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന്? താൻ എന്റെ ഭാര്യയല്ലേടോ. കരയാതെ പ്ലീസ് ഒന്ന് നോക്കടോ. ദേ, ഇന്ന് നമ്മൾ പോകാനിരുന്ന ഔട്ടിങ് നമ്മൾ നാളെ പോകുന്നു. കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. നമ്മൾ 3 പേരും കൂടെ. സാരി മാ. സാരി നമുക്ക് ജയലക്ഷ്മിന്ന് വാങ്ങാം. ശരി, എന്നാ അകത്ത് പോയി കിടക്കണം. നാളെ എത്ര മണിക്ക് റെഡി ആവണം? 9 മണിക്ക്. വരുമ്പോ ഈ പുതപ്പ് എടുത്തോ. ആ അച്ഛാ, ഇതെന്താ പെട്ടെന്നൊരു വരവ് മുന്നറിയിപ്പില്ലാണ്ട്? എന്താ മോളെ പറ്റിയേ? ഇന്നലെ കുഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങ് പുറപ്പെട്ടു. എന്തു പറ്റാൻ? അച്ഛനകത്തേക്ക് വാ. ആ അച്ഛാ, നീയല്ലേ പറഞ്ഞ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്? ആ എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ചേച്ചി അച്ഛനോട് പറയാൻ പഠിച്ചിട്ട് പറയാതിരിക്കല്ലേ. തുറന്നു പറയാ ചേച്ചി. ഇവന് വട്ടാച്ച.
ഞാൻ അച്ഛന് ചായ എടുക്കട്ടെ? ചായ കുടിക്കാനല്ലേ ഞാൻ വന്നേ. ദേവനെവിടെ? അവനെ വിളി. അളിയാ വേഗം വാ, അച്ഛൻ വിളിക്കണം. ആ അച്ഛാ, ഇതെന്താ രാവിലെ വീട്ടിൽ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം എവിടെയല്ലേ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ എന്റെ കുഞ്ഞുങ്ങളൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല. കുഞ്ഞു ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോ ഞാനങ്ങ് തകർന്നു പോയി. എന്താ ഇവിടെ പ്രശ്നം ദേവ? പറ. എന്ത് പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലാന്നാ അച്ഛാ? ഇവർ രണ്ടാളും നല്ല 2 മുറിയിലാണ് കിടന്നേ. ഫുൾ അടിയായിരുന്നു. അടിയോ? നീ എന്റെ മോൾ അടിച്ചോടാ? എന്റെ അച്ഛാ, ഇവിടെ ഒരു പ്രശ്നമില്ല. ദേവിന് ഭ്രാന്താ. ഭ്രാന്താ? എനിക്കിനി ശരിക്കും തോന്നിയാണോ? അല്ലല്ല. എന്റെ അച്ഛാ, ഏത് വീട്ടിലാ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും പിണക്കങ്ങളും ഇല്ലാത്തത്? അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങാറില്ലേ? ഉണ്ടോന്നോ? ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരെ പോയിട്ടുണ്ട്. ഇവളുടെ അമ്മയുടെ വർത്താനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഈശ്വരാ. അച്ഛാ, എടാ കുഞ്ഞു, നീ ഇങ്ങ് വന്നേ. എടാ കുരുത്തം കെട്ടവനെ, ഒരു കുടുംബമാകുമ്പോ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, മനസ്സിലായോ? അത് അവര് തന്നെ അങ്ങ് തീർത്തോളും. മറ്റുള്ളവരെ ഇടപെടേണ്ട കാര്യമില്ല. അത് നീ കല്യാണം കഴിക്കുമ്പോ നിനക്കും മനസ്സിലാവും. ആ എന്താ മോളെ? അല്ല, അതെ, ഈ ഇന്നലെ കഴിച്ച ചക്കപ്പുഴുക്കിന്റെ ഇതിവിടെ സ്ഥിരമുള്ള പരിപാടിയാ. ഞാൻ നോക്കിട്ട് വരാം. ഇന്നലെ ഇവിടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയില്ലല്ലോ. അതെ, ഇന്നലെ നീ എപ്പോഴാ ചക്കപ്പുഴുക്ക് തിന്നത്? ഇത് ചക്കപ്പുഴുക്കിന്റെ ഒന്നും അല്ല. എന്തുവാ? ശരിക്കും? ആന്ന്. കരയണ്ട. ഹായ്. ഹായ്. നമസ്തേ. ഹായ്. എൻ്റെ പേര് ശരൺ, നിങ്ങളുടെ കുഞ്ഞു. ഞാൻ വിനോദ് തോമസ്, ദേവേട്ടൻ. ഞാൻ ദേവി, ക്ഷമ കൃഷ്ണ. ഞാൻ മാർട്ടിൻ ജിഷിൽ, ബഷീർ. ഹായ്. Hello. Shoot is over. Hello. ഷൂട്ട് കഴിഞ്ഞു. Over. You can speak. Speak. Oh, hi. I'm Shushmita. I'm from West Bengal. This is such a wonderful experience working in a Malayalam industry. Thank you so much. അപ്പോൾ നമ്മൾ ഈ കൊസ്രാക്കുളികളെല്ലാം കൂടി നിങ്ങളെ കാണാൻ വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു വലിയ താങ്ക്സ് പറയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും സ്നേഹിച്ചതിനും, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ഇനി നിങ്ങളെ കാണാൻ കുറച്ച് വേറെ കൊസ്രാക്കുളികൾ വരുന്നുണ്ട്, കുറച്ച് വേറെ ആൾക്കാർ വരുന്നുണ്ട്. അവരെ നിങ്ങൾ ഇതുപോലെ തന്നെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. സോ ലവ് യു ഓൾ. Yes, thank you so much. വീണ്ടും കാണാം.